ക്രിസ്തുവിനെ പോലെ വാർത്തവാക്യം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കോട്ടപ്പുറം രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള മതബോധന അധ്യാപകർ അണിനിരക്കുന്ന മതബോധന റാലി ബഹുമാന്യനായ കോട്ടപ്പുറം ചാൻസലർ പ്രൊഫസർ ഷാബു കുലത്തൂർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. മതബോധന കമ്മീഷന്റെ ആഹ്വാനമനുസരിച്ച് പ്രാർത്ഥിക്കാൻ, പരിശീലിക്കാൻ, ജീവിക്കാൻ ക്രിസ്തുവിനെ പോലെ നാട്ടവാക്യം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് 2024-2025 മതബോധന അധ്യയന വർഷത്തിന്റെ രൂപകൽപ്പന ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുന്നോടിയായുള്ള വിശ്വാസ പ്രഖ്യാപന റാലിയാണ് ഈ വാഹനത്തിൽ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. കോട്ടപ്പുറം പാസ്റ്റേഴ്സിന്റെ വികാസ് ആനിമേഷൻ സെന്റർ ഗ്രൗണ്ടിൽ നിന്നും കോട്ടപ്പുറം ചാൻസലർ ഫാദർ ഷാബു കുലത്തൂർ ഫ്ലാഗ് ഓഫ് ചെയ്ത റാലി ആതിഥേയരായ കോട്ടപ്പുറം സെന്റ് മതബോധന യൂണിറ്റ് ഏറ്റവും മുൻപിലായി നയിക്കുന്ന വിശ്വാസ പ്രഖ്യാപന റാലി കത്തീഡ്രൽ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിനരികിലേക്ക് എത്തിച്ചേരുന്നു. തുടർന്ന് കോട്ടപ്പുറത്തിന്റെ വികാരം ചെയ്തവർ നോക്കി നോക്കുന്ന തരത്തിൽ പതാക ഉയർത്തുമ്പോൾ അനുഗ്രഹയുടെ സാന്നിധ്യത്തിലുള്ള ധർമ്മവികാരി ജോസഫ് പലാത്തുകൊണ്ടച്ചനെയും കത്തീഡ്രൽ ജാക്സൺ മുഴുവൻ ലോകത്തെ അനുഭവങ്ങളിലേക്ക് മറ്റു വേദികളെയും സംഘടനയും കലാശാലകളെയും സ്നേഹത്തോടെ ബന്ധപ്പെട്ടവരുടെ പുതിയ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടന നിമിഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പതാക ഉയർത്തിയതിനു ശേഷം വിശ്വാസ നന്മയോട് നിലവിലെടുത്ത ദൈവത്തിൻ വചനം മുറിയപ്പെടുത്തി
ചൊല്ലിക്കൊടുക്കുന്നത് ആതിഥേയരായ കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് കത്തീഡ്രൽ യൂണിറ്റ് മതബോധന ഡയറക്ടർ റവറൻ ഫാദർ ജാക്സൺ വലിയപറമ്പിൽ അച്ഛനാണ്. നമുക്കെല്ലാവർക്കും രൂപതയിലെ എല്ലാ മത അധ്യാപകർക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാം. ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ആത്മാവിൻ്റെയും നാമത്തിൽ സമാധാനം നിങ്ങളോടുകൂടെ. കോട്ടപ്പുറം രൂപതയുടെ മതബോധന ഡയറക്ടർ ബഹുമാനപ്പെട്ട സിജു അച്ഛ, കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞർ റോബി പത്തിൽ, കോട്ടപ്പുറം രൂപതയുടെ കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട ജാക്സൺ വലിയപറമ്പിൽ അച്ഛ, നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകുവാൻ ഇന്നിവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പിസ്തന ലോപ്പസ് അച്ഛ, യുവജന ഡയറക്ടറായിട്ടുള്ള യൂത്ത് മിനിസ്ട്രിയുടെ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട നോയൽ അച്ഛ, പ്രിയങ്കരനായ ലിജു അച്ഛ, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ രൂപതയിലെ 56 ഇടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എച്ച്.എം, മത അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഏറ്റവും പ്രത്യേകിച്ച് 7 കുട്ടികളെ ഇന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് മുടങ്ങാതെ സൺഡേ സ്കൂളിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, മറ്റ് മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യ കുഞ്ഞുമക്കളെ, സഭ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. തൃത്വൈക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ രൂപതയുടെ മതബോധനം നമ്മൾ ആരംഭിക്കുമ്പോൾ അത് വലിയ ഒരു മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. നമുക്ക് ഏറ്റവും വലിയ മാതൃക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വമാണ്. നമ്മുടെ ദിവ്യബലിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. നമുക്ക് പഠിക്കാനുള്ളത് ഈ ഐക്യം തന്നെയാണ്, സ്നേഹത്തിന്റെ ശൃംഖല. ദൈവപിതാവും പുത്രനായ ഈശോമിശിഹായും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഐക്യം. പിതാവ് ഒരു കാര്യം ചെയ്യുമ്പോൾ പുത്രൻ എപ്പോഴും അവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നു. പുത്രൻ ചെയ്യുന്നതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് പ്രവർത്തിക്കുക. മതബോധന ജീവിതത്തിൽ നമ്മുടെ ഇടവകയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞങ്ങൾ PTA എന്ന് പറഞ്ഞാൽ അത് 3 തന്നെ പാരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്. നമ്മളെല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടുകൂടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഇന്നത്തെ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അധ്യാപകർ ചെയ്യുന്നു, അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മക്കൾ ചെയ്യുന്നു. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്നേഹത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? മതബോധന എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കലല്ല, ജീവിച്ചു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം നമ്മളെടുത്തിരിക്കുന്ന ആപ്തവാക്യം പ്രാർത്ഥിക്കാനായിട്ട്. ആരെ പോലെ പ്രാർത്ഥിക്കാം? ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ പരിശീലിക്കുക. ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ മാത്രം പരിശീലിച്ചാൽ പോരാ, ജീവിക്കാൻ പഠിക്കുക. ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? രാവിലെയും രാത്രിയിലും ജീവിതത്തിലെ ഏതൊക്കെ നിമിഷം തൻ്റെ പിതാവുമായിട്ട് ഒന്നായി തീരണമോ അപ്പോഴൊക്കെ ഈശോ പ്രാർത്ഥിച്ചു. ഈശോയുടെ ജീവിതം എങ്ങനെയായിരുന്നു? സകല മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കരുണ തോന്നി. ആർക്കൊക്കെ തൻ്റെ സാന്നിധ്യം വേണമോ അവിടെയൊക്കെ ഈശോ ജീവിച്ചുകൊണ്ട് അവരെ എല്ലാവരും തന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അവരെ എന്നും നന്മയിലൂടെ കടന്നു ചെന്ന വഴിയിലൂടെ നന്മയിലൂടെ കടന്നു പോയ ഈശോ. അപ്പോൾ ഈശോയെ പോലെ നമുക്കും പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ പോലെ നമുക്ക് ജീവിക്കേണ്ടത്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും, പ്രത്യേകിച്ച് പ്രധാന അധ്യാപകരെയും, ഇന്ന് വന്നിരിക്കുന്ന മക്കളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതമാണ് മുറിച്ചു കൊടുക്കുന്നത്. ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ മുറിച്ചു കൊടുക്കുമ്പോൾ മുറിവുണ്ടാകുന്നതാണ്. വിശുദ്ധ മദർ തെരേസ പറയുന്ന വാചകം. നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ജീവിതമാണ്. നെയ്മോ ദാറ്റ് ആത് നോൺ ഹാബിറ്റ്.
നമുക്കില്ലാത്തത് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള ജീവിതം മുഴുവനായിട്ട് വിശ്വാസത്തിന്റെ ജീവിതം മക്കൾക്ക് പകർത്തു കൊടുക്കാനായിട്ട്, മക്കൾക്ക് മുറിച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം, നമ്മുടെ എല്ലാ ഇടവുകളെയും സമർപ്പിക്കാം, നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. നമ്മുടെ മക്കൾ നമ്മുടെ സ്വന്തം മക്കളാണെന്ന ബോധ്യത്തോടുകൂടി അവരെല്ലാവരെയും തന്നെ വിശുദ്ധരായ മക്കളായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ആഴ്ചയിൽ കിട്ടുന്ന 1.5 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുകയാണ്. ഈ സമയമൊക്കെ നമ്മുടെ മക്കളെയൊക്കെ വിശുദ്ധിയിലേക്ക് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളും പ്രാർത്ഥിക്കുന്നവരായിരിക്കുവാൻ, നമ്മളും ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൂട്ടായ്മയായി നമുക്ക് നമ്മുടെ കോട്ടപ്പുറം രൂപതയെയും നമ്മുടെ ഇടവകയെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശ്രീമതി ലിനി വിൻസെന്റ് രൂപതാതലത്തിൽ മികച്ച ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവരവനെ ആരാധിച്ചു. എന്നാൽ ചിലർ ഈ പരിശുദ്ധ ബലിയുടെ ആരംഭത്തില് കോട്ടപ്പുറം രൂപയിലെ എല്ലാ എച്ചന്മാരും കത്തിച്ച തിരി കയ്യിൽ പിടിച്ചൊരു പ്രതിജ്ഞയെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ലഭിച്ചതിൽ ഏറ്റുപറഞ്ഞു. നമ്മൾ കൂടെ ഏറ്റുപറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു, ഐ ബിലീവ്. ഞാൻ ഈ പ്രസംഗം ആരംഭിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഐ ഡൗട്ട്. ഇവിടെ തലയിരിക്കുന്ന ഞങ്ങൾ അച്ഛന്മാർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ കാറ്റഗിസം ടീച്ചേഴ്സിനും ഉള്ളൊരു വലിയ ഗുഡ് ന്യൂസാണ് ഇന്നത്തെ ഗോസ്പൽ. ഈശോ ശിഷ്യന്മാരെ ഗലീലയിലെ മലമുകളിലേക്ക് വിളിക്കുകയാണ്. മലമുകളിലേക്ക് വിളിച്ചപ്പോൾ ശിഷ്യന്മാർ ഈശോനെ കണ്ടപ്പോൾ അവർ അവനെ 2024-25 മതബോധന അധ്യയന വർഷത്തിന് ഇന്ന് ഈ വിശുദ്ധ ബലിയോടെ തുടക്കം കുറിക്കുമ്പോൾ ഒത്തിരിയേറെ പേരോട് നന്ദിയും കടപ്പാടും അറിയിക്കുവാനുണ്ട്. ഇന്ന് ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കോട്ടപ്പുറം രൂപതയുടെ പുതിയ ഇടയനായ നമുക്കേറെ സുപരിചിതനായ സ്നേഹനിധിയായ അഭിമന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവാണ്. വിശ്വാസ പരിശീലനത്തെ ഏറെ സ്നേഹിക്കുന്ന പിതാവ് താൻ വികാരിയായിരുന്ന ഇടവകകളിലൊക്കെ ആ ഒരു വിശ്വാസ പരിശീലനം അത് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ അത് കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് പിതാവായതിനു ശേഷവും കണ്ടുമുട്ടുന്ന മീറ്റിങ്ങുകളിലൊക്കെ മതബോധനത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചില ചിത്രങ്ങൾ അഭിമന്യ പിതാവ് നൽകുന്നുണ്ട്. എങ്ങനെയായിരിക്കണം മതബോധനം, എങ്ങനെയായിരിക്കണം നമ്മുടെ രൂപതയുടെ വിശ്വാസ പരിശീലനം എന്നുള്ളത്. അപ്രകാരം വിശ്വാസ പരിശീലനത്തെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു മേഖലയായി കാണുന്ന അഭിമന്യ പിതാവ് തന്നെ ഇന്നിവിടെ നമുക്ക് വേണ്ടി പരിശുദ്ധ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുമ്പോൾ അഭിമന്യ പിതാവിന് നമ്മളെല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി അറിയിക്കുന്നു. പിതാവിന്റെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് രൂപതയുടെ പുതിയ ഇടയൻ എന്ന നിലയിൽ അഭിമന്യ പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകിയത് വരാപ്പുഴ അതിരൂപത അംഗവും ജീവനാഥം പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററുമായിട്ടുള്ള സ്നേഹബഹുമാനപ്പെട്ട കപ്പിസ്ഥാൻ ലോക്കസ് അച്ഛനാണ്. കോട്ടപ്പുറം ഫൊറോന വികാരി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, ഇടവകയുടെ വികാരിയായ ജാക്സൺ അച്ഛ, യൂത്ത് അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ നോവൽ അച്ഛ, CLCയുടെ ഡയറക്ടറായിട്ടുള്ള ലിനു അച്ഛ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിശ്വാസ പരിശീലനം 2024-25 എന്നിവിടെ ആരംഭം കുറിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. കാരണം ഇതൊരു വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തം തന്നെയാണ്. ഒരു രൂപതയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിശ്വാസ പരിശീലകരായിട്ടുള്ള 1000
ഒട്ടപ്പുറം രൂപതയുടെ ആദ്യകാലത്ത് ഈ മതബോധന രംഗത്തിൽ വികസിക്കുകയായിട്ട് മുന്നോട്ട് നമ്മുടെ ഇന്നത്തെ തീം, ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, ഈശോയെ പോലെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് ഉപോത്ഫലമായിട്ട് ഒരു ഇൻസെൻറ്റീവ് സമ്മാനം പോലെ എന്ന് പറഞ്ഞാൽ 365 ദിവസം നിങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ട് 365 ദിവസം എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കുചേരുന്ന മക്കൾക്ക് നമ്മുടെ രൂപതയിൽ ഒരുമിച്ച് അഭിനന്ദ പിതാവിനോട് മറ്റുള്ളവരോട് ചേർന്ന് ഒരു ഭക്ഷണം അത് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഒരുപാട് പേര്, എത്ര പേര് വന്നു കഴിഞ്ഞാലും അത് നമ്മൾ കൊടുക്കും. അതൊരു സന്തോഷത്തിൻ്റെ ഒരു സ്നേഹവിരുന്നാണ്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ മക്കളോട് പറയണം എന്ന് മാത്രമല്ല, അത് നിങ്ങൾ പ്രത്യേകമായിട്ട് എഴുതി വന്ന് പറഞ്ഞു വിടുക. രണ്ടാമതായിട്ടുള്ളത് വചനം പഠിക്കാനായിട്ടുള്ള 365 ദിവസം ഓരോ വചനം പഠിച്ചിട്ട് ഡയറിയിൽ എഴുതുന്ന മക്കൾക്ക് അത് ചിലപ്പോൾ പ്രത്യേകമായിട്ട് സമ്മാനം കൊടുക്കുന്നതാണ്. സിജോച്ച പ്രത്യേകം ഓർത്ത് വെച്ചേക്കണം, കാരണം അവസാനമാകുമ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിനേലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അതുപോലെ വലിയ പ്രോമിസ് കൊടുക്കുന്നുണ്ടാവും. എനിക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ പ്രോമിസാണ് ഈ ചെറിയ പ്രോമിസ്. ആദ്യം തന്നെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കയ്യടി പറയട്ടാ. സംസ്ഥാന സെബാസ്റ്റ്യൻ യൂണിയൻ കോട്ടൂർ, സംസ്ഥാന രൂപതലത്തിൽ മികച്ച വിജയം നേടിയ തൃശൂർ, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരു ദിവസം പോലും ജോയ് പി ജു, ഹോളി ക്രോസ് യൂണിറ്റ് കടൽമാതൂർ, സെബാസ്റ്റ്യൻ യൂണിറ്റ് വി പി കോട്ടപ്പുറം, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് വി പി കോട്ടപ്പുറം. രണ്ടാം സ്ഥാനം വേവൽ കെ ജെ, സെന്റ് ഫ്രാൻസിസ് സേവിയർ യൂണിറ്റ് സമ്പാറൂർ. റേവൻ ഗ്രേറ്റൽ മൗണ്ട് തെക്കേതിരും. 1ാം സ്ഥാനം കരസ്ഥമാകുന്നു Alvin Roy, 3rd prize, standard 8. First, 2nd prize, 3rd prize, Maria Rosel Kastamagunu, Angelina Disney. 2nd prize, Freddy Manjumala Unit Palipura. Nayana P. Winton, Sacred Heart Unit, Thrissur. Anne Maria Joy, Saint Anthony Unit, Chettigar. 3rd prize, Maria Niva, Saint Michael Unit, Kottapuram. Dia Deepak,
Second prize, Mary Jasna Sibeli. Standard 12, first prize, Sandra Emisha Mary Peter, St. Michael Unit, Kottappuram. Anna Sania, Nitya Sahaya Mala Unit, St. Joseph Catholic Unit, Pallitharu. Roy, Mount Carmel Unit, Kala. St. Francis Xavier Unit, Sao Paulo. Ryan Levin, St. Francis Xavier Unit, അടുത്ത 5ാം ക്ലാസ്സിന്റെ സമ്മാനദാനമാണ്. സെറ എലിസബത്ത് സിജു, മേരിമാത യൂണിറ്റ്, വെറ്റിലപ്പാറ. അന്ന മരിയ സി ജെ, സെക്കൻഡ് ഹാർട്ട് യൂണിറ്റ്, തൃശൂർ. റയാൻ ജോർജ്, സെക്കൻഡ് ഹാർട്ട് യൂണിറ്റ്, തൃശൂർ. ജെനിസ് ഫോർസ്റ്റീന, തെരേസ മരിയ ഫിലമിൻ, വേളാങ്കണ്ണി മാതാ യൂണിറ്റ്, തെക്കേതിരു. താങ്ക് യു ജാക്സൺ അച്ഛ. ഇഷാൻ ലിവിൻ, സെന്റ് ഫ്രാൻസിസ് സേവർ യൂണിറ്റ്, കുഞ്ഞിത്തൈ. മെസ്മിൻ മേരി, സെക്കൻഡ് ഹാർട്ട് യൂണിറ്റ്, തൃശൂർ. കോവിലത്ത് കടവ്. ആന്റണി, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്, ഗോകുൽ. സെന്റ് ഫ്രാൻസിസ് സേവർ യൂണിറ്റ്, കുഞ്ഞിത്തൈ. താങ്ക് യു അച്ഛ. അടുത്തത് 7ാം ക്ലാസ്സിലെ സമ്മാനമാണ്. അൽജിൻ സി വി, സെന്റ് ഡോൺ ബോസ്കോ യൂണിറ്റ്, നോർത്ത് പറവൂർ. എവ്രിൻ മരിയ, സെന്റ് ആന്റണി യൂണിറ്റ്, ചണ്ഡിഗഡ്. ഐറിൻ ബെന്നി, ഹോളി ഫാമിലി യൂണിറ്റ്, ചാലക്കുടി. അലിസ്ട്ര ആന്റണി, മേരിമാത യൂണിറ്റ്, വെറ്റിലപ്പാറ. ആൽബിൻജീസ് ഇ എ, സെന്റ് ജോസഫ് യൂണിറ്റ്, മതിലകം. തുടർന്ന് 8ാം ക്ലാസ്സിലെ സമ്മാനമാണ്. സമ്മാനം നിർവഹിക്കാനായി ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് താണിക്കൽ യൂണിറ്റ്, കോട്ടുപള്ളി. കോവിലത്തിങ്കടവ്. അഗ്നിക സാബു, സെന്റ് ജോസഫ് കൊത്തലങ്ങ യൂണിറ്റ്, പള്ളിത്താനം. ഗ്ലോറിയ ബിജോയ്, സെന്റ് ആന്റണി യൂണിറ്റ്, ചെറിയപ്പള്ളി. ജോയെ പി ടി, സെന്റ് ആന്റണി യൂണിറ്റ്, ചെറിയപ്പള്ളി. സാമ്ന ടെക്സൺ, സെന്റ് റോക്കി യൂണിറ്റ്, കോവിലത്തിങ്കടവ്. താങ്ക് യു. താങ്ക് യു ഫ്രാൻസിസ് അച്ഛ. അന്ന അൽവിന, സെന്റ് തോമസ് യൂണിറ്റ്, അഴീക്കോട്. അനോവ മരിയ ഷാജി, സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്, ഗോതിരൂർ. ഇമ്മാനുവൽ ജെയിംസ്, സെന്റ് ജോർജ് യൂണിറ്റ്, മടപ്രാതുർ. ആൻഡ്രിയ ജോസഫ്, സെന്റ് ആന്റണി യൂണിറ്റ്, മാളാപ്പള്ളിപ്പുറം. സെലിൻ റോസ്, സെക്കൻഡ് ഹാർട്ട് യൂണിറ്റ്, തൃശൂർ. തുടർന്ന് 10ാം ക്ലാസ്സിൽ സമ്മാനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷൈജൻ കടത്തലച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബ്ലസ്സി സെലിൻ കൊറിയ, സെന്റ് ഫ്രാൻസിസ് സേവർ യൂണിറ്റ്, സംഭാവൂർ. എഫ്രൈം സെബാസ്റ്റ്യൻ, സെന്റ് ജോസഫ് യൂണിറ്റ്, മുട്ടിക്കൽ. മേരി സ്നിജ, അന്ന മരിയ ആൻഡ്രൂസ്, സെന്റ് മൈക്കിൾ യൂണിറ്റ്, കോട്ടപ്പുറം. തുടർന്ന് 11ാം ക്ലാസ്സിലെ സമ്മാനം നൽകുകയാണ്. നന്ദി ശൈലജ, സമ്മാനം നിർവഹിച്ചതിന്.
CLC ഡെൽസ ഡേവിസ് വിദ്യാസഹായമാന യൂണിറ്റ് കുരുവളശ്ശേരി, സാനിയ സേവ്യർ സെക്രട്ടറി ഹാർട്ട് യൂണിറ്റ് തൃശൂർ, സിൻഡ രാജു സെയിന്റ് ആന്റണി യൂണിറ്റ് ചെട്ടിക്കാട്, ഐറിൻ ആന്റണി സെയിന്റ് തോമസ് യൂണിറ്റ് അഴീക്കോട്, സുജീഷ് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ഗോകുൽ. താങ്ക് യു സാർ. അടുത്തത് 12ാം ക്ലാസ്സിന്റെ സമ്മാനം മീഡിയ കമ്മീഷന്റെ ഡയറക്ടറായ അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. 12ാം ക്ലാസ്സിന്റെ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ആത്മജ ടി ജെയ്സൺ ക്രൈസ്ത കിങ് യൂണിറ്റ് കൃഷ്ണൻകോട്ട, അനിൽക്കോട് മഞ്ഞുമാത യൂണിറ്റ് പള്ളിപ്പുറം, ഷിയ ഷമി സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ഗോകുൽ, അൻ മെറിൻ സുനിൽ സെന്റ് മൈക്കൽ യൂണിറ്റ് കോട്ടപ്പുറം, അനീറ്റ സെബാസ്റ്റ്യൻ ഹോളി ഫാമിലി യൂണിറ്റ് ചാലക്കുടി, തുടർന്ന് സംസ്ഥാനതല വിജയികളുടെ സമ്മാനമാണ്. നന്ദി. കുട്ടിയോടൊപ്പം 10ാം ക്ലാസ്സിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. സെക്കൻഡ് ഹാൻഡ് വലിയൊരു നേട്ടം വരുക അതുകൊണ്ട് അഭിനന്ദിക്കാനാവുന്നു. ഫസ്റ്റ് പ്രൈസ് വേളാങ്കണ്ണി മാതാ യൂണിറ്റ് തെക്കേത്ത്. രണ്ടാം സ്ഥാനം സെയിന്റ് ആന്റണി യൂണിറ്റ് ചെട്ടിക്കാട്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഹോളി ഫാമിലി യൂണിറ്റ് ചാലക്കുടി, ലോഗോയും ആപ്തവാക്യവും നൽകിയ ലോഗോ ഷർമി കാമു സെന്റ് ഫ്രാൻസിസ് യൂണിറ്റ്, ബിജു തോമസ് സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് തുരുത്തിപ്പുറം, സെന്റ് ജോസഫ് കൊത്തലം, മിസ് ബിന്ദു ഫെലിക്സ് സഹായമാതാ യൂണിറ്റ് കുരുവളശ്ശേരി, തുടർന്ന് ക്രൈസ്ത കിങ് യൂണിറ്റ് കൃഷ്ണൻകോട്ട. നല്ലൊരു കൈയോട്. അടുത്തത് ക്രൈസ്ത കിങ് യൂണിറ്റ് കൃഷ്ണൻകോട്ട, ഹോളി ഫാമിലി യൂണിറ്റ് ചാലക്കുടി, സൽകുട്ടി മാതാ യൂണിറ്റ് കീഴുപാണം, ഹോളി ഫാമിലി യൂണിറ്റ് മുൻപം. അടുത്തത് സൽകുട്ടി മാതാ യൂണിറ്റ്, നെക്സ്റ്റ് ഹോളി ഫാമിലി യൂണിറ്റ് മുൻപം, സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് തൃശൂർ,
Saint Anthony's Unit, Chettikar. Saint Don Bosco Unit, North Parur. ഇപ്പോൾ വിന്യസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സെക്ഷൻ ഡിയിലെ സെന്റ് ആന്റണീസ് യൂണിറ്റ് ചെട്ടിക്കാർ. ബെസ്റ്റ് യൂണിറ്റ് സെക്ഷൻ ഇ സെന്റ് ഫ്രാൻസിസ് സേവ്യർ യൂണിറ്റ് സംഭാവു. സെന്റ് ഫ്രാൻസിസ് സേവ്യർ യൂണിറ്റ് സംഭാവു. നെക്സ്റ്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കീഴുപാട യൂണിറ്റ് മഞ്ഞുമാത യൂണിറ്റ് പള്ളിപ്പുറം. പിതാവേ, നമ്മുടെ ഡയറക്ടർ സിജു അച്ഛൻ, വികാരി അച്ഛ, സ്നേഹമുള്ള വൈദികരെ, ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ PTA അംഗങ്ങള ടീച്ചേഴ്സ്,